ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓർത്തഡോക്സ് TV പ്രേക്ഷകർക്ക് ദൈവനാമത്തിൽ വന്ദനം. ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ അഡീഷണൽ DGP ആയ ശ്രീലേഖ IPSൻ്റെ പ്രൗഢമായൊരു ലേഖനം കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കറുത്തമ്മമാർ ഏറുന്നു. അതിൻ്റെ അവസാന കുറിപ്പുകൾ ഇങ്ങനെയാണ്. തകഴിയുടെ വിശ്വപ്രസിദ്ധമായ നോവൽ ചെമ്മീനിൽ വെളുത്തു സുന്ദരിയായ അരയത്തി പെണ്ണിനെ എന്തേ തകഴി കറുത്തമ്മയെന്ന് വിളിച്ചിരിക്കുന്നു. ശ്രീലേഖയുടെ വ്യാഖ്യാനം ഇങ്ങനെ: കടലിൽ പോകുന്ന അരയൻ്റെ ബലം കരയിലിരിക്കുന്ന അരയത്തി പെണ്ണിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയുമാണ്. ഇതവൾ മറന്നു കഴിഞ്ഞാൽ അവളെ കറുത്തമ്മയെന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് എന്ന്. ഒരാൾ അയാളുടെ നിയോഗം മറന്നു കഴിഞ്ഞാൽ അപഹാസ്യനാകും, പരിഹാസ്യനാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണിത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ തിരിച്ചറിയാനിടയാകട്ടെ. നിയോഗബോധ്യത്തോട് ജീവിപ്പാൻ, ഒരു മാർഗദീപമാകുവാൻ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 17. റൺ ഫോർ യുവർ ലൈഫ് സാൽവേഷൻ, ഡോണ്ട് ലുക്ക് ബാക്ക്, റൺ ടു ദ ഹിൽസ് സോ ദാറ്റ് യു വോണ്ട് ബി കിൽഡ്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതെ ഇരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ദൈവത്തിൻ്റെ ദൂതൻ ലോത്തിനോട് പറയുന്നതാണ് ഈ പശ്ചാത്തലത്തിൽ നാം കാണുന്നത്. ലോത്ത് പാർക്കുന്ന സോദോം ദേശം സർവശക്തനായ ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അബ്രഹാം പിതാവിൻ്റെ മധ്യസ്ഥത കൊണ്ടായിരിക്കാം ലോത്തും കുടുംബവും രക്ഷപ്പെടണമെന്ന ഒരു പദ്ധതി ദൈവം ആവിഷ്കരിച്ച് തൻ്റെ ദൂതനാൽ ലോത്തിനെ അറിയിക്കുകയാണ്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. ജീവൻ വേണോ, രക്ഷ വേണോ, ഒന്നും നോക്കാതെ സുന്ദരമായ തൻ്റെ കൃഷിസ്ഥലത്തെയും മനോഹരമായ പാർപ്പിടത്തെയും ദാസീദാസന്മാരെയും എല്ലാം വിട്ടുകളഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പർവ്വതത്തിലേക്ക് ഓടണം. ശരിക്കും ലോത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി സംജാതമായിരിക്കുന്നു. സാധാരണയായി പറയാറുണ്ട് പ്രതിസന്ധികൾ 2 തരത്തിലാണ് എന്ന്. ഒന്ന്, ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം തരുന്നതാണ്. നമുക്ക് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക ക്ലേശങ്ങൾ വന്നിട്ടുണ്ട്, ഉറ്റവരുടെ വിയോഗം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ദൈവം എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരുന്നുവോ അതിനെ ദൈവം തന്നെ പരിഹരിക്കും. എന്നാൽ മനുഷ്യൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ചില പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. കുടിച്ചുകൂത്താടി കുടുംബത്തിൻ്റെ സ്വസ്ഥത കെടുത്തിക്കളയുന്ന ചില മനുഷ്യരില്ലേ? ദൈവം നൽകിയ കുടുംബജീവിതത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും ഒന്നും തിരിച്ചറിയാതെ വഴിവിട്ട ജീവിതം നയിച്ച് കുടുംബത്തെ കണ്ണീരിലാഴ്ത്തുന്ന, പങ്കാളിയെ വഞ്ചിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ദൈവം നൽകിയ സ്ഥാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയാതെ സ്വജനപക്ഷപാതത്തിലും അഴിമതിയിലും കൂപ്പുകുത്തി സമൂഹത്തിന് ബാധ്യതയാകുന്ന എത്രയോ പേരുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഇത് ദൈവം പരിഹരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. മനുഷ്യൻ തന്നെ പരിഹരിക്കണം. പക്ഷെ ദൈവം അതെങ്ങനെ പരിഹരിക്കണമെന്ന് അവനെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ലോത്ത് പ്രതിസന്ധിയിലായത് ദൈവം കൊടുത്ത പ്രതിസന്ധിയൊന്നുമല്ല, ലോത്ത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ ലോത്തിനോട് പറയുന്നത്, ഈ പ്രതിസന്ധി നീ തന്നെ സൃഷ്ടിച്ചതാണ് എന്നുള്ള രീതിയിൽ. ലോത്തെ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ഞാൻ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോത്ത് എങ്ങനെയാണ് പ്രതിസന്ധിയിലായത് എന്നും അതെങ്ങനെ പരിഹരിക്കണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുള്ള ചില പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ചില ആസന്നമായ ദുരന്തങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ചില കുഴപ്പങ്ങളാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ലോത്ത് എങ്ങനെ പ്രതിസന്ധിയിലായി ഈ വേദപുസ്തക ഭാഗത്തിലൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 9-11 വാക്യങ്ങൾ. അതിങ്ങനെയാണ് പറയുന്നത്: ദേശമെല്ലാം നിൻ്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. 11-ാം വാക്യം. ലോത്ത് സോദോമിൻ്റെ യോർദാൻ്റെ നീരോട്ടമുള്ള സ്ഥലമെല്ലാം തിരഞ്ഞെടുത്തു. സുപരിചിതമാണ് ഈ പശ്ചാത്തലം. ദൈവം പറഞ്ഞ വഴികളനുസരിച്ച് അബ്രഹാമും സഹോദരപുത്രനായ ലോത്തും അവൻ്റെ ദാസീദാസന്മാരും മൃഗസമ്പത്തുമായി ഇങ്ങനെ മുന്നേറുകയാണ്.
ബഥേലിനും ഹായിക്കും മധ്യേ താൻ ആദ്യം കൂടാരമടിച്ച സ്ഥലത്ത് അബ്രഹാം വീണ്ടും കൂടാരമടിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അബ്രഹാം ഒരു കാഴ്ച കണ്ടു. തൻ്റെ ഭൃത്യന്മാരും ലോത്തിൻ്റെ ഭൃത്യന്മാരും തമ്മിൽ കലഹിക്കുന്നു. ഈ സമയത്ത് അബ്രഹാം അവിടെ ഇടപെടുകയാണ്. ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ ആ സമയത്ത് തന്നെ ഇടപെട്ട് പരിഹരിക്കുന്ന അബ്രഹാം ഒരു നല്ല നേതൃത്വ ഗുണമുള്ള ആളായിട്ടാണ് നാം കാണുന്നത്. ഞാൻ അതിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അബ്രഹാം അതിനുശേഷം ലോത്തിൻ്റെ അടുക്കൽ പറയുകയാണ്, ദേശമെല്ലാം നിൻ്റെ മുൻപിൽ ഞാൻ വയ്ക്കുകയാണ്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ലോത്ത് യോർദാൻ്റെ നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ലോത്തിൻ്റെ പ്രതിസന്ധി ആരംഭിക്കുകയാണ്. എന്താണ് ലോത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണം? ജീവിതത്തിൽ തന്നെ വളർത്തിയ അബ്രഹാം പിതാവിനെ മറന്ന് തൻ്റെ സ്വന്തം നേട്ടത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി യോർദാൻ്റെ നീരോട്ടമുള്ള സ്ഥലം സ്വന്തമാക്കുന്നു. അബ്രഹാമിന് കിട്ടിയത് പാഴും ശൂന്യവുമായ സ്ഥലമാണ്. എബ്രായ സംസ്കാരം അനുസരിച്ച് അത് പേട്രിയർക്കി കൾച്ചറാണ്, പിതാവിൽ കേന്ദ്രീകൃതം. പിതൃവായിക്ക് എതിർവായില്ല. ലോത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനാണ് അബ്രഹാം, പിതൃസ്ഥാനീയൻ. അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൻ്റെ തലവൻ അബ്രഹാം തന്നെയാണ്. ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ അബ്രഹാമിന് തൻ്റെ അധികാരവും അവകാശവും ഉപയോഗിച്ച് മെച്ചമായത് മുഴുവനും എടുക്കാമായിരുന്നു. ലോത്തിനൊന്നും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. പാഴായ സ്ഥലം ലോത്തിന് തള്ളിവിട്ട് കൊടുക്കുകയും ചെയ്യാമായിരുന്നു. അബ്രഹാം അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, തൻ്റെ സഹോദരപുത്രനായ ലോത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നു. ഇതാണ് തന്ത്രപരമായി ലോത്ത് ചൂഷണം ചെയ്തിട്ട് അബ്രഹാമിനെ പാഴായ സ്ഥലത്തേക്ക് തള്ളിവിടുന്നത്. അതുവരെ അബ്രഹാമിന് വിധേയപ്പെട്ട ലോത്ത് തന്ത്രപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് കണ്ട് ഒരു വിഷസർപ്പത്തെ പോലെ അബ്രഹാമിനെ ദംശിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നിട്ടും അബ്രഹാമിന് ഒരു പരാതിയില്ല. നിങ്ങൾ ഓർക്കണം, ഈ സ്ഥലം തുല്യമായിട്ട് പോലും അബ്രഹാം പാർട്ടീഷൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. മെച്ചമായതും മോശമായതും ഇരുവർക്കും ഒരുപോലെ എന്ന രീതിയിൽ. തനിക്കെന്ത് വിഷമമുണ്ടായാൽ പോലും ലോത്തിനൊരു പ്രയാസം ഉണ്ടായിരുന്നത്. ലോത്ത് ചെയ്യേണ്ടത് എന്താണ്? അബ്രഹാം പടുവൃദ്ധനാണ്, ലോത്ത് ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയെങ്കിൽ ലോത്ത് പറയേണ്ടത് ഇങ്ങനെയാണ്: പടുവൃദ്ധനായ നിനക്ക് മെച്ചമായ സ്ഥലം ഇരിക്കട്ടെ, പാഴായ സ്ഥലത്ത് അതിനെ വിളഭൂമിയാക്കാനുള്ള മെയ്ക്കരുത്തും മനക്കരുത്തും ഒക്കെ എനിക്കുണ്ട്, ഞാൻ അതെടുത്തുകൊള്ളാം എന്ന് പറയേണ്ടവനായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ ചിന്തിക്കുന്നത് നിറഞ്ഞ നന്മയുടെ പ്രതീകമായ അബ്രഹാം സമ്മതിക്കുകയില്ലായിരുന്നു. ലോത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണം എന്താണ്? അബ്രഹാം പിതാവെന്ന വലിയ മനുഷ്യൻ്റെ നിറഞ്ഞ നന്മ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ലോത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു മനുഷ്യന് എവിടെയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? നാം ആക്കിയവരെ നാം മറന്നു കളയുമ്പോൾ, വിസ്മരിക്കുമ്പോൾ, അവരുടെ നന്മയെ ചൂഷണം ചെയ്യുമ്പോൾ ഉറപ്പാണ് പ്രതിസന്ധി ആഗതമാകുകയാണ്. എത്രയോ പേരുടെ നന്മയാണ്, കരുണയാണ്, കരുതലാണ് ഈ ജീവിതം. എല്ലാറ്റിനുപരിയായി സർവശക്തനായ എൻ്റെ ദൈവത്തിൻ്റെ നിറഞ്ഞ നന്മയും കരുണയും കരുതലുമല്ലേ. എത്രയോ ആളുകൾ അംഗഹീനരായിട്ടാണ് ഈ ലോകത്ത് പിറന്നു വീഴുന്നത്. വിദ്യാഭ്യാസം പോലും, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട്. അംഗഹീനരായി പിറന്നു വീഴുന്നു. പട്ടിണി മരണങ്ങൾ ലോകത്തുണ്ടാകുന്നു. സുന്ദരമായ ആകാരം, മനോഹരമായ പാർപ്പിടം, നല്ല വിദ്യാഭ്യാസം, അതെല്ലാം എൻ്റെ തമ്പുരാൻ്റെ ദാനമല്ലേ. പക്ഷേ ദൈവത്തിൻ്റെ ദാനമൊക്കെ അനുഭവിച്ച് വളർന്നു വലുതാകുന്ന നമ്മൾ എവിടെ വെച്ചോ ദൈവനിഷേധികളായി ചിലപ്പോഴെങ്കിലും മാറാറില്ലേ? എൻ്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. സത്യവും നീതിയൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ നടപ്പിലാക്കും. ഏത് ദേവേന്ദ്രൻ വന്നെന്ന് പറഞ്ഞാലും എൻ്റെ ആഗ്രഹം അനുസരിച്ച് കാര്യങ്ങൾ മതി. എന്തെല്ലാം വെല്ലുവിളികളാണ്, പടല പിണക്കങ്ങൾ നമ്മുടെ ആത്മീയ കൂട്ടത്തിൽ പോലും സംജാതമാകുന്നില്ലേ? ദൈവനിഷേധികളായി ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങുമ്പോൾ, തമ്പുരാൻ നൽകിയ നിറഞ്ഞ നന്മയെ വിസ്മരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി ആഗതമാകയില്ലേ? ദൈവം തന്നതല്ലാതെ എന്താ ഈ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഗോത്രപിതാവായ യാക്കോബ് എവിടെയോ തിരിച്ചറിയുന്നു തൻ്റെ വഴികൾ ഇടറിപ്പോയി എന്ന്. അതുകൊണ്ട് എവിടെയാണോ ഇടറിപ്പോയത് അതിനെ തിരുത്തുവാനൊരു തിരിച്ചു യാത്ര നടത്തുകയാണ്. പണ്ട് യോർദാൻ കടന്ന ആ യബോക്കടവിൻ്റെ മുൻപിൽ വെച്ച് യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ദൈവമേ, നീ അടിയനോട് കാണിച്ച സകല ദയയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടിയായിരുന്നു ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ പെരുത്ത കൂട്ടമായി മാറിയിരിക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹം തിരിഞ്ഞു നോക്കുമ്പോൾ യാക്കോബിനെ പോലെ പറയേണ്ടവരുമല്ലേ നമ്മൾ? ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് ദൈവം എന്ത് ആക്കിയിരിക്കുന്നു? അതിനെല്ലാം ദൈവത്തിൻ്റെ നിറഞ്ഞ കരുണയും കരുതലുമല്ലേ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഇതും മറന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ സംജാതമാകുകയാണ്.
തത്വചിന്തകനായ സോക്രട്ടീസിന് ഹാംബക്ക് എന്ന വിഷം കൊടുത്താണ് അന്നത്തെ ഭരണാധികാരികൾ കൊലപ്പെടുത്തിയത്. യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആ വിഷം വിഷം അദ്ദേഹം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരണമുണ്ടാകുകയില്ല. ശരീരഭാഗങ്ങൾ മരവിച്ച് തലച്ചോറ് മരവിച്ചാണ് മരിക്കുന്നത്. അങ്ങനെ മരണശയ്യയിൽ സോക്രട്ടീസ് കിടക്കുകയാണ്. ഇതിൻ്റെ ശിഷ്യന്മാരെല്ലാം ചുറ്റും നിന്ന് വാവിട്ട് കരയുന്നു. തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഗുരുവിന് ഒന്നും ചെയ്യാൻ തങ്ങൾക്ക് പറ്റിയിട്ടില്ല. അവർ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങയ്ക്ക് എന്തെങ്കിലും കടമുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്കിലും ഞങ്ങൾ വീട്ടിൽ കൊള്ളാം. അയാൾ പറഞ്ഞു, അങ്ങകലെ ഒരു ക്ഷേത്രത്തിൽ ഒരു കൂടെ എണ്ണ കൊടുക്കാനുണ്ട്. ഒരേ ശബ്ദത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളത് നൽകിക്കൊള്ളാം ഗുരു, വേറെ എന്തെങ്കിലും കടങ്ങളോ? വിറയാർന്ന കരങ്ങൾ ഉയർത്തി മിഴികൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് സോക്രട്ടീസ് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഓ ഈശ്വര, വേറെ കടങ്ങളോ അതങ്ങനെ വീട്ടിൽ തീർക്കാനാ? ഓ ഈശ്വര, വേറെ കടങ്ങളോ അതങ്ങനെ വീട്ടിൽ തീർക്കാനാ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉയരത്തിലേക്ക് നോക്കി നെഞ്ചിൽ കൈവച്ച് നമ്മളും പറയേണ്ടതല്ലേ ഇത്? ദൈവം തന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ വീട്ടിൽ തീർക്കാനാ? അത്രമാത്രം അനുഗ്രഹങ്ങളും കരുതലും തമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അമ്മയുടെ ഉദരത്തിൽ ഒരു ചാപിള്ളയായി ഡോക്ടറിൻ്റെ വേസ്റ്റ് ബോക്സിലേക്ക് പോകേണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരുണയും കരുതലുമല്ലേ? ഇത് വിസ്മരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയാകും. ലോകത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണം അബ്രഹാമിൻ്റെ നന്മ വിസ്മരിച്ചു എന്നുള്ളതാണ്. എൻ്റെ ദൈവം കഴിഞ്ഞാലോ എത്ര പേരുടെ നന്മയും കരുണയും കരുതലുമാണ്. പ്രത്യേകിച്ച് എൻ്റെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കൾ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ദിവസം ആകാശത്തുനിന്ന് പൊട്ടി വീണതാണ് നാം ഓരോരുത്തരും. ഈ ആകാരത്തിൻ്റെ പിന്നിൽ, ഈ സൗന്ദര്യത്തിൻ്റെ പിന്നിൽ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നിൽ സ്വന്തം സന്തോഷം പോലും മാറ്റിവെച്ച് നമ്മെ വളർത്തിയ ഒരു പിതാവിൻ്റെ മുഖമില്ലേ? നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയ ഒരു അമ്മയുടെ മുഖമില്ലേ? പക്ഷേ ഇതൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ വിസ്മരിക്കുകയല്ലേ? ഇത് ക്രൈസ്തവ കുടുംബങ്ങൾ പോലും സംഭവിക്കുന്നത് എന്താണ്? വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ അവഗണിക്കുന്നു, തിരസ്കരിക്കുന്നു എന്നുള്ളതല്ല, നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന തലങ്ങൾ പോലും സംജാതമാകുകയാണ്. നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ അവഗണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയുണ്ടാകും? നാം അവരോട് കാണിക്കുന്ന ശൈലി നിമിത്തം ഒരു തുള്ളി കണ്ണുനീരി ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് ശാന്തമായി, സമാധാനപരമായി, സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒരിക്കലും പറ്റുകയില്ല. അനുദിന സംഭവങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ വൈദികനൊക്കെ ആകുന്നതിന് മുൻപ് എൻ്റെ വൈദിക സെമിനാരിയുടെ പഠന ഭാഗമായി വടക്കൻ ജില്ലയിലെ ഒരു പള്ളിയിൽ പാരീഷ് മിഷനായിട്ട് പോയി. അന്ന് കുപ്പായം ധരിക്കാത്ത സമയമാണ്. ഭവന സന്ദർശനത്തിനായിട്ട് പോയ സമയത്ത് ഒരു വീട്ടിൽ ഒരു വൃദ്ധയായ മാതാവ് അവിടെ ഇരിക്കുന്നു. എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചപ്പോൾ ഉടനടി എടുത്തടിച്ചതുപോലൊരു പ്രതികരണം, വിശേഷാശേഷമില്ല, എങ്ങനെയെങ്കിലും അങ്ങ് തൊലഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വലിയ വിഷമമായിപ്പോയി. ഞങ്ങൾ അമ്മച്ചിയോടൊക്കെ ചോദിച്ചു, എന്നാ അമ്മച്ചി കാര്യം ചോദിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ പള്ളിയിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മച്ചിയുടെ ഭാവം മാറി. അമ്മച്ചി പെട്ടെന്ന് തിരിച്ചിങ്ങനെ പറയുകയാണ്, മക്കളെ എന്നോട് ക്ഷമിക്കണം, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പനില്ലാത്ത അവനെ പൊന്നുപോലായിരുന്നു വളർത്തിയത്. കൂലിവേല ചെയ്ത് അവൻ്റെ പഠനത്തിന് വേണ്ടി പൈസ ഞാൻ ചിലവഴിച്ചു. അവൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കും. ഇപ്പോഴവിടെ എവിടെയൊക്കെ ജോലിക്കൊക്കെ പോയി അവൻ. ഇപ്പോഴെങ്ങനെയോ മദ്യപാനമൊക്കെ തുടങ്ങി, കുടിച്ചു കൂത്താടിയാണ് വരുന്നത്. ഒരു ദിവസം എനിക്ക് സ്വസ്ഥത തരികയില്ല. അതുമാത്രമല്ല, ഞാനിപ്പോൾ കൂലിവേല ചെയ്തുണ്ടാക്കുന്ന പണം പോലും അവന് മദ്യപിക്കാനായിട്ട് കൊടുക്കണം. കഴിഞ്ഞ ദിവസം അവൻ പണം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ്റെ കാലുയർത്തി എൻ്റെ അടിവയറ്റി ചവിട്ടി. എൻ്റെ കുഞ്ഞിൻ്റെ ചവിട്ടുകൊണ്ട് എനിക്ക് മരിക്കേണ്ട, എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാൽ മതി. നമ്മളാരും നമ്മുടെ മാതാപിതാക്കളോട് ഇങ്ങനൊന്നും ചെയ്ത് കാണത്തില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും വാക്കുകൊണ്ടെങ്കിലും കൊല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിതം സ്വസ്ഥമാകും? എങ്ങനെ ജീവിതം ശാന്തമാകും? ഒരുപക്ഷേ മാതാപിതാക്കളിൽ നിന്ന് ചില പ്രയാസങ്ങൾ ചില സമയത്തെങ്കിലും ഉണ്ടായെങ്കിൽ പോലും അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ അവഗണിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുകയില്ല. അത് നമ്മുടെ കർത്തവ്യമാണ്, ചുമതലയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളെ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെടുത്തിക്കളയും. കൂരിരുട്ടിൽ ഒരു കുഞ്ഞു ദീപം പോലുമില്ലാതെ എങ്ങനെ മുന്നേറാൻ ഒരു മനുഷ്യന്? അതുകൊണ്ട് നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കളെ കരുതുവാനും അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വമുണ്ടെന്നുള്ളത് ചിന്ത നമുക്ക് വേണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം, മക്കളെ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, ദീർഘായുസ്സുണ്ടാകാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഇത് പ്രതിജ്ഞ ചെയ്യപ്പെട്ട പ്രഥമ കൽപ്പനയാണ്. അതൊരാൾ അവഗണിച്ചാൽ, പുറംകാല് കൊണ്ട്
നമ്മുടെ മാതാപിതാക്കളെ തട്ടിക്കളഞ്ഞാൽ എങ്ങനെ ജീവിതം ശാന്തമാകും? എങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വസ്ഥമായിട്ട് നയിക്കുവാൻ കഴിയുമെന്നുള്ളത് നാം ചിന്തിക്കണം. കടമനിട്ട പറയുന്നുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന്. നമ്മുടെയൊക്കെ ആരാധന പാരമ്പര്യത്തിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്, കുഴിമാടങ്ങളിൽ തിരികത്തിക്കാറുണ്ട്. കുഴിമാടങ്ങളിൽ തിരികത്തിക്കുന്നത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആ തിരികത്തിച്ച് അവരെയൊക്കെ സ്വർഗത്തിൽ വിടാനാണ് എന്ന്. മറിച്ച് ഓരോ തിരികത്തിക്കുമ്പോഴും നമ്മുടെ ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്, ഒരു കാലത്ത് എൻ്റെ അമ്മ എൻ്റെ അപ്പ ഇങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് ഞാനായി മാറിയത്. എനിക്ക് വേണ്ടി ഒരുക്കിത്തീർന്ന ഒരമ്മയുണ്ട്, എനിക്ക് വേണ്ടി ജീവിച്ച ഒരപ്പയുണ്ട്. ഭൗതികമായ സാഹചര്യങ്ങൾ ഏറെ ഉള്ള നമ്മൾ ഒന്നോ രണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഇന്ന് ഭാരപ്പെടുന്നെങ്കിൽ ഇതിനേക്കാൾ ഇരട്ടിയിലധികം മക്കളുണ്ടായിരുന്നു നമ്മുടെ മാതാപിതാക്കൾക്ക്. എത്രമാത്രം അവർ പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2-3 വർഷം ശരീരത്തിന് അസ്വസ്ഥതയും അതിൻ്റെ മരണത്തിനൊരു 5-6 മാസം മുമ്പ് തികച്ചും അബോധാവസ്ഥയിലുമായ ആളായിരുന്നു എൻ്റെ അമ്മ. എങ്കിലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഏത് സമയത്ത് എത്ര രാത്രി ഞാൻ വന്നാലും എൻ്റെ അമ്മ കണ്ണടയ്ക്കുകയില്ല. ഞാൻ വന്നു എന്ന് ഒന്ന് തിരിച്ചറിവ്, ആ മുറിക്കകത്തൊന്ന് കയറി ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ കണ്ണുകൾ അടയുകയുള്ളൂ. അബോധാവസ്ഥയിൽ പോലും മോൻ്റെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കുന്ന ഒരമ്മയെ എനിക്ക് കാണാൻ കഴിയുന്നു. ഇത് നമ്മൾ വിസ്മരിച്ചാൽ എങ്ങനെ ശരിയാകും? എന്നെ സ്പർശിച്ച ഒരു സംഭവം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ മുൻപിരുന്ന ഒരു ദേവാലയത്തിൽ ഒരു വൃദ്ധയായ വിധവയായ മാതാവ് തൻ്റെ മകനെ പലരോടും പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പണമൊക്കെ കടം വാങ്ങിച്ച് അവനെ വിദേശത്ത് പോകുവാൻ തക്കവണ്ണം കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി. 1-2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മകൻ തിരിച്ചു വന്നു. ഒരു പുതുപുത്തൻ വിശ്വാസത്തിൽ നാട്ടിൽ വന്ന ഉടനെ തന്നെ അമ്മ വിശ്വാസത്തിൽ വരണമെന്ന് പറഞ്ഞ് ബഹളമായി. ഒരു സ്വസ്ഥത ഈ അമ്മയ്ക്ക് കൊടുക്കാതെയായി. ഹൃദയവേദനയോട് ഈ അമ്മ ഒരിക്കൽ എൻ്റെ അടുക്കൽ പറഞ്ഞതാ, അച്ചോ അവൻ എൻ്റെ അടുക്കൽ പറഞ്ഞു, അമ്മ വിശ്വാസത്തിൽ വരാതെ നീ അമ്മയോട് സംസാരിക്കാനില്ല എന്ന്. ഇവൻ്റെ വിശ്വാസം എന്താ വിശ്വാസ? കാണപ്പെട്ട മാതാവിനെ സ്നേഹിക്കാത്ത ഇവനെങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്? എത്ര പേരുടെ നന്മയാണ് എൻ്റെ ദൈവം, എൻ്റെ മാതാപിതാക്കൾ. പിന്നെയും നമ്മുടെയൊക്കെ ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മൾ ഓരോരുത്തരും നാമായി മാറാൻ തക്കവണ്ണം എത്രയോ കരുതലും കൈത്താങ്ങലും നൽകിയ സുഹൃത ജന്മങ്ങൾ നമ്മുടെ ചുറ്റുമേറെയില്ലേ? ഞാനിന്ന് ഈ വൈദികനായതിൻ്റെ പിന്നിൽ എൻ്റെ മിടുക്കൻ്റെ കഴിവാണോ? എൻ്റെ തമ്പുരാൻ്റെ കരുണ, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ പിന്തുണ, എത്രയോ പേരുടെ സഹായം, കരുതൽ. ഇത് ഞാൻ വിസ്മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദുരന്തത്തെ നേരിടേണ്ടവനായി ഞാൻ മാറുകയില്ലേ? എത്ര പേരുടെ കരുതൽ, ഗുരുക്കന്മാർ, അഭ്യുദയകാംക്ഷികൾ, സ്നേഹിതർ. വിദേശത്ത് ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞതിങ്ങനെ, ഞാൻ അനേക ആളുകളെ നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്കായിട്ട് കൊണ്ടുവന്നു. ആരെയൊക്കെ ഞാൻ കൊണ്ടുവന്നു, അവരെല്ലാം ഇന്ന് എൻ്റെ ശത്രുക്കളാണ്. അവരെന്നോട് അധികം സ്നേഹം കാണിക്കൊന്നും വേണ്ട, പക്ഷേ ഒരു പരിചയഭാവമെങ്കിലും. അതുകൊണ്ട് ഞാനിന്ന് ആരെയും നാട്ടിൽ നിന്ന് കൊണ്ടുവരാറില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ സഹായങ്ങൾ ഞാൻ സാമ്പത്തികമായിട്ടുള്ളത് ചെയ്തു കൊടുക്കും, അതിനപ്പുറമായി ഞാനൊന്നും ചെയ്യാറില്ല. ഇതൊരു മനുഷ്യൻ്റെ സംഭവമല്ല. അങ്ങനെ ചെയ്തിട്ടുള്ള പലർക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പേരുടെ കരുതലും കരുണയുമായ ജീവിതം. ഞാൻ പ്രീ-ഡിഗ്രി പഠിച്ച സമയത്ത് എന്നെ വളരെ സ്വാധീനിച്ച ഒരു ടീച്ചറുണ്ട്, ഗിരിജ ടീച്ചറാണ്. ടീച്ചർ ഇപ്പോഴെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ മനസ്സിൽ ഈശ്വരതുല്യം ഞാൻ കൊണ്ട് നടക്കുകയാണ് ടീച്ചറിനെ. ഒരു ദിവസം ക്ലാസ്സിൽ ഏതോ എക്സസൈസ് ഞങ്ങൾക്ക് അടുത്ത ദിവസം ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അത് ചെയ്യാത്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ടീച്ചർ നീ എന്തേ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പുസ്തകമില്ല എന്നുള്ള മറുപടിയായിരുന്നു ഞാൻ ടീച്ചറിന് നൽകിയത്. ആ കാലത്ത് എല്ലാ ടെക്സ്റ്റുകളും വാങ്ങുന്ന രീതിയില്ലായിരുന്നു, അതിനുള്ള സാഹചര്യവുമില്ലായിരുന്നു. ടീച്ചർ എന്നോടൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ക്ലാസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നീ ഫാക്കൽറ്റി റൂമിൽ വരണമെന്ന്. ഞാൻ ഫാക്കൽറ്റി റൂമിൽ ചെന്നു. ടീച്ചറിൻ്റെ പേരെഴുതിയ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തന്നു. ഫിസിക്സ് എനിക്കൊരല്പം പ്രയാസമുണ്ടായിട്ടും ടീച്ചറിന് വേണ്ടി ഞാൻ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങി. എക്സാം എല്ലാം കഴിഞ്ഞു. ഞാൻ ഈ പുസ്തകം ടീച്ചറിന് തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. കൊടുത്ത സമയത്ത് ടീച്ചർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനത് നിനക്ക് തന്നതാ, നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന്. വേദപുസ്തകം പോലെ ഞാനിപ്പോഴും ആ ടെക്സ്റ്റ് ബുക്ക് എന്നോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ടീച്ചറിനെ ഞാൻ മറന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും? എത്ര പേരുടെ കരുണ, കരുതൽ ഒക്കെയുണ്ട്. ഇന്ന് ഗുരുക്കന്മാരെ പോലും അവഗണിക്കുന്ന, നിന്ദിക്കുന്ന സാഹചര്യം സംജാതമാകുന്ന ഒരു കാലം. നമ്മെ നാമാക്കിയവരെ മറന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധി ആസന്നമാ, സംശയമൊന്നുമില്ല. ഒരു കഥ ഇങ്ങനെയാണ്.
ഒരിക്കൽ ഒരു അച്ഛൻ ബസ്സിൽ കയറി. ആ സമയത്ത് സീറ്റിലിരുന്ന ഒരു പയ്യൻ എഴുന്നേറ്റു. അച്ഛന് വലിയ സന്തോഷം തോന്നി. ദൈവമേ, ഇക്കാലത്ത് ഇതുപോലുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്ന്. അച്ഛൻ അവനെ പിടിച്ചിരുത്തി. അവൻ വീണ്ടും എഴുന്നേറ്റു. ഇത്രയും നന്മയുള്ള, ഇത്രയും ആദരവ് എന്നോട് കാണിക്കുന്ന ഒരു പയ്യനെ എഴുന്നേൽപ്പിച്ചിട്ടിരിക്കുകയില്ലെന്നുള്ള രീതിയിൽ അച്ഛൻ അവനെ പിടിച്ച് താഴ്ത്തിയിരുത്തി. 3-ാം പ്രാവശ്യം ചെറുക്കൻ കല്ല് തുള്ളിക്കൊണ്ടാണ് എഴുന്നേറ്റത്. ഇങ്ങനൊരാൾ കൊള്ളാമല്ലോ, എന്നെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കയില്ലല്ലോ എന്ന്. ഇന്ന് നടക്കുന്ന സംഭവമായത്. പ്രായമുള്ളവരെ, നമ്മെ നാമാക്കിയവരെ, നമ്മുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചവരെയൊക്കെ നാം വിട്ടുകളയുന്ന ഒരവസ്ഥ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ സ്വസ്ഥമാകും? ലോത്തിൻ്റെ പ്രതിസന്ധി തുടങ്ങുന്നത് ഇവിടെയാണ്. തൻ്റെ കാര്യം പോലും നോക്കാതെ, തൻ്റെ വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ ലോത്ത് 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 എന്ന് മാത്രം ചിന്തിച്ച ഒരു മനുഷ്യൻ. അതിനുവേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ അബ്രഹാമിൻ്റെ നന്മയെ തിരിച്ചറിയാതെ പാഴായ സ്ഥലങ്ങളിലേക്ക് അയാളെ തള്ളിവിട്ടിട്ട് യോർദാൻ്റെ നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ലോത്തിൻ്റെ പ്രതിസന്ധിക്ക് തുടക്കമാകുന്നത്. നമ്മെ നാമാക്കിയവരുടെ നന്മ വിസ്മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധി സംജാതമാകും. 2. ലോത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യം. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. അബ്രാമിന് കിട്ടിയത് കനാൻ ദേശമാണ്. കനാൻ അന്ന് പാഴും ശൂന്യവുമായിരുന്നു. പാഴും ശൂന്യവുമായി കിട്ടിയ സ്ഥലത്ത് അബ്രഹാം തൃപ്തനാകുമ്പോൾ ലോത്തിന് കിട്ടിയത് യോർദാൻ്റെ നീരോട്ടമുള്ള സ്ഥലമാണ്, ഫെർട്ടൈൽ ലാൻഡാണ്. പക്ഷേ ലോത്ത് അതിലും തൃപ്തനാകാതെ കൂടാരം നീക്കി അടിക്കുകയാണ്. ഒടുവിൽ ലോത്ത് ചെന്നതോ സോദോം എന്ന സ്ഥലത്ത്. വേദപുസ്തക പഠിതാക്കൾക്ക് അറിയാം, സോദോം പോലെ വൃത്തികെട്ട ഒരു സ്ഥലമില്ല. അവിടെ വേശ്യാവൃത്തിയല്ല, ഹോമോസെക്സ്, പുരുഷൻ പുരുഷനോടൊപ്പം ജീവിക്കുന്ന രതിവൈകൃതങ്ങളുടെ നാട്. അബ്രഹാമിനുള്ളതിൽ തൃപ്തിയുണ്ടായിരുന്നു. ലോത്തിന് എത്ര കിട്ടിയിട്ടും തൃപ്തിയില്ല. കൂടാരം നീക്കി അടിക്കുന്നു. അവൻ്റെ പ്രതിസന്ധിയെ ശക്തമാക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധി ശക്തമാകുന്നത് എവിടെയാണ്? ഉള്ളതിലൊന്നും തൃപ്തിയില്ലാതെ, മൂല്യബോധമില്ലാതെ, ദൈവബോധമില്ലാതെ ഒരു മനുഷ്യൻ പ്രയാണം ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ശക്തമാകും, ആസന്നമാകും. ഞാനൊന്ന് ചോദിക്കുകയാണ്, നമുക്കൊക്കെ ഇന്നുള്ളതിൽ തൃപ്തിയുണ്ടോ? ഏതവസ്ഥയായിക്കൊള്ളട്ടെ, സാമ്പത്തിക സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, ഉള്ളതിൽ തൃപ്തിയില്ലാത്ത മനുഷ്യന് ഒരിക്കലും, ഇന്നുള്ളതിൽ തൃപ്തിയില്ലാത്തൊരു മനുഷ്യന് ഒരിക്കലും തൃപ്തി ഉണ്ടാകുകയില്ല. പണം 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 അതൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്ന ഒരു വൈകൃതം നിറഞ്ഞ കാലം. പണം മാത്രമാണ് ജീവിതമെന്നൊരു മനുഷ്യൻ ചിന്തിച്ചാൽ അതവൻ്റെ ജീവിതത്തെ നാശത്തിലേക്ക് എത്തിക്കുകയില്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഴമൊഴികൾ പണത്തെപ്പറ്റി ഉള്ളത് മലയാളത്തിലാണെന്നാണ് പറയുന്നത്. നാണം കെട്ടും പണമുണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റും, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പണം 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 ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുമ്പോൾ ഒരു മനുഷ്യൻ നാശത്തിലേക്ക് നീങ്ങുകയാണ്. കുറേ നാളുകൾക്ക് മുൻപ് ഇന്ത്യ ടുഡേയിൽ ഇന്ന് ജീവിക്കുന്ന ആളുകളെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അവർ ജനിച്ച വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആദ്യത്തെ കൂട്ടർ 2000-ന് ശേഷം ജനിച്ചവർ. അവർക്ക് കൊടുക്കുന്ന തലക്കെട്ടിങ്ങനെയാണ് ടെക്നോ ചിൽഡ്രൻ, ടെക്നോളജിയുടെ കുട്ടികൾ. അതിനൊരു ഡെഫിനേഷനും കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ തീരുമാനിക്കുന്നു, മാതാപിതാക്കൾ അനുസരിക്കുന്നു. നമ്മുടെ പല കുഞ്ഞുങ്ങളും ടെക്നോളജിയുടെ കുഞ്ഞുങ്ങളല്ലേ? അവർ പറയും, നമ്മൾ അനുസരിക്കണം. സ്കൂളൊക്കെ തുറക്കുന്ന വേളയിൽ അവർ പറയും, ഇന്ന ബ്രാൻഡിലുള്ള ബാഗ് മതി, ഇന്നത് വേണം, ഇല്ലെങ്കിൽ സ്കൂളിൽ പോകില്ല. കുപ്പിപ്പാലുമായിട്ട് അമ്മ കുഞ്ഞിൻ്റെ പുറകെ കുടിക്കെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവൻ പറയുക കുടിക്കയില്ല. അവനാ തീരുമാനിക്കുന്നത്, മാതാപിതാക്കൾ അനുസരിക്കുന്നു. 2ാം കൂട്ടർ 1980-നും 2000-നും ഇടയ്ക്ക് ജനിച്ചവരാ. ഇന്നത്തെ നമ്മുടെ ടീനേജുകാരും ചെറുപ്പക്കാരും
വളരാൻ കുതിക്കുന്ന അക്ഷമരാണ് ഞങ്ങൾ. മറ്റുള്ളവരുടെ വികാരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. സ്വന്തം കാര്യം സിന്ധാവ എന്ന് പറയുന്ന നമ്മുടെ ടീനേജുകാർ, നമ്മുടെ ചെറുപ്പക്കാർ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പോന്ന് പറയും. അവർക്ക് വേണ്ട പോക്കറ്റ് മണി കൃത്യസമയത്ത് കൊടുക്കണം. അതിനപ്പുറം ഒന്നുമല്ല മാതാപിതാക്കൾ. അവർ വായിക്കുന്ന പുസ്തകങ്ങൾ, അവർ പരതുന്ന ഇൻ്റർനെറ്റ് സൈറ്റുകൾ, എന്തിനവരുടെ മുറിക്കകത്ത് നമുക്ക് കയറാൻ പോലും പറ്റാത്ത സാഹചര്യം. അവരുടെ കാര്യം വേറെ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. രണ്ടാം കൂട്ടർ. മൂന്നാം കൂട്ടർ 1956 80 ഇടയ്ക്ക് ജനിച്ചവർ. നന്നായി സമ്പാദിക്കുക, അതിലധികം കടം മേടിക്കുക. പണം എങ്ങനെയും ഉണ്ടാക്കണം. അതിനപ്പുറം കടമായാലും എത്ര കടമായാലും കുഴപ്പമില്ല, എങ്ങനെയും പണം. ആർഭാടവും ധൂർത്തും സുഖലോലുപതയും മുഖമുദ്രയാക്കിയ ഒരു കൂട്ടർ. ഏറ്റവും കൂടുതൽ ബ്ലേഡ് കമ്പനികൾ പടർന്ന് പന്തലിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. എങ്ങനെയും പണം ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുക. കേരളത്തിലെ പല കുടുംബ ആത്മഹത്യകളും പരിശോധിച്ചാൽ അറിയാം, ആർഭാടവും ധൂർത്തും നയിച്ചതിൻ്റെ പേരിലുള്ള ആത്മഹത്യകളാണ്. മറ്റുള്ളവനെ നോക്കി മലയാളി ജീവിക്കുന്നു, അതനുസരിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഒടുവിൽ സ്വയഹത്യയിലേക്ക് അവരുടെ ജീവിതത്തെ നയിക്കുന്നു. നാലാം കൂട്ടർ 56 മുമ്പ് ജനിച്ചവർ, ഇരുത്തം വന്നവർ. ഉള്ളത് മതി, ഈശ്വര വിചാരമുണ്ട്, മനുഷ്യബന്ധങ്ങൾക്ക് വിലയുണ്ട്. ഈശ്വര വിചാരമുള്ള, മനുഷ്യബന്ധമുള്ള, ഉള്ളത് മതി എന്ന് ചിന്തിക്കുന്ന അബ്രഹാം ഇന്നില്ല. കൂടാരം നീക്കി അടിക്കുന്ന ലോത്ത. ഞങ്ങൾ തീരുമാനിക്കുന്ന എല്ലാവരെയും അനുസരിക്കണം. വളരാൻ കൊതിക്കുന്ന ആശവരാണ് ഞങ്ങൾ. മറ്റുള്ളവരുടെ വികാരം ഒരു പ്രശ്നമല്ല. പണം എങ്ങനെ ഉണ്ടാക്കണം, അതിന് എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന കൂട്ടരാണെന്ന്. ലോത്തിൻ്റെ പ്രതിസന്ധി ആസന്നമാകാൻ കാരണം ഉള്ളതിലൊന്നും ഒരു തൃപ്തിയില്ലാതെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി കൂടാരം നീക്കി അടിക്കുന്നു. അത് നമ്മെ നാശത്തിലേക്ക് എത്തിക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഹൈടെക് കള്ളനെ കണ്ടതല്ലേ, ബണ്ടി ചോർ. സാധാരണക്കാരനല്ല. കളേഴ്സ് എന്ന റിയാലിറ്റി ചാനലിലെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ 4ാം സീസൺ കണ്ടസ്റ്റൻ്റാണ് അയാൾ. സൽമാൻ ഖാൻ്റെ സുഹൃത്തെന്നാണ് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ഹൈടെക് വീട് കൊള്ള ചെയ്തു. അത് അയാളുടെ 152ാമത്തെ പരിപാടിയായിരുന്നാണ് പറയുന്നത്. റിമോട്ട് കൺട്രോൾ ഗേറ്റുള്ള, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുള്ള, നിരീക്ഷണ ക്യാമറകളുള്ള വീട്. അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കോടികൾ കവർന്നു. പോലീസുകാർ ചോദിച്ചു, എന്തിനിത്രയും പണം? അയാളിങ്ങനെ പറഞ്ഞു, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ, സ്റ്റാർ ഹോട്ടലിൽ പെൺ സുഹൃത്തുക്കളുമായിട്ട് ഉല്ലസിക്കാൻ. ബണ്ടി ചോറുകൾ താരമാകുന്ന ഒരു കാലമായത്. എങ്ങനെയും പണമുണ്ടാക്കണമെന്നൊരു ചിന്ത ഒരു മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കും. ഉള്ളതിലൊന്നും തൃപ്തിയില്ലാതായിരിക്കുമ്പോൾ മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കും. ടി വിയിലൊരു പരസ്യമുണ്ട്, ഒരു മനുഷ്യനിങ്ങനെ ചൂണ്ടയിടുന്നു, ഒന്നും കിട്ടുന്നില്ല. മറ്റൊരാൾ എവിടെ നിന്നും ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്ന് 2, 3, 4, 5 എന്ന് എവിടെ ഒരു കുത്തുകുത്തിടുന്നു. എന്തുകൊണ്ടോ? എന്നിട്ട് വെള്ളത്തിലിട്ടോ നനക്കുന്നു. കാത്തിരുന്നവന് മീനൊന്നും കിട്ടുന്നില്ല. വെള്ളത്തിലൊന്ന് കുലുക്കിയപ്പോഴേക്ക് കുറേ മീൻ കയറി വരുന്നു. നമ്മുടെയൊക്കെ മനുഷ്യർക്ക് ഇന്ന് അങ്ങനെയാണ് ചിന്ത. അധികം ഒന്നും കഷ്ടപ്പെടാനില്ല. ഒന്ന് വെള്ളത്തിലോട്ടൊന്ന് ഇടണം, ഇട്ട് കുലുക്കുമ്പോൾ കയറി വരണം. നമ്മുടെ കുഞ്ഞു കേരളം ഇന്ന് രോഗാതുരമായിരിക്കുന്നത് ഇവിടെ മതമൗലികവാദം പെരുകുന്നത് കൊണ്ടല്ല, രാഷ്ട്രീയ അവസരവാദം ശക്തമാവുന്നത് കൊണ്ടുമല്ല. ഒരു പുതുപുത്തൻ ബിസിനസ് ഇന്ന് കേരളത്തിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ക്രിമിനോളജിസ്റ്റ് വടക്കാഞ്ചേരി പറയുന്നത് കേരളത്തിൽ ശക്തമായിരിക്കുന്ന ഈ പുതുപുത്തൻ ബിസിനസ് എന്താണെന്നറിയാമോ? പെൺവാണിഭം. ഒരു മൊബൈൽ ഫോൺ മതി, പാവപ്പെട്ട പെൺകുട്ടിയെ വഞ്ചിക്കാമെന്ന മനക്കെട്ടി മതി, ഈ ബിസിനസ് തുടങ്ങാം, കോടികൾ ഉണ്ടാക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് അധികമില്ല. കേരളത്തിൻ്റെ പ്രധാന നഗരങ്ങളിലെല്ലാം റെൻറ്റ് കാർ എന്ന് പറഞ്ഞതുപോലെ റെൻറ്റ് ഗേൾ എന്ന് പറഞ്ഞ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു. ഒരു ദിവസം 1, 2 പെൺവാണിഭ സംഘങ്ങളുടെ കുടില തന്ത്രങ്ങളും പാവപ്പെട്ട പെൺകുട്ടികളെ വഞ്ചിക്കുന്ന കഥകളും കണ്ടുകൊണ്ടേ നമുക്കത് പത്രം വായിക്കാൻ പറ്റത്തുള്ളൂ. സെക്സ് റാക്കറ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെടുക ഏറെ. എങ്ങനെയും പണമുണ്ടാക്കണമെന്നൊരു ചിന്ത ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്. ടീച്ചറിൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി സ്ഥിരമായി താമസിച്ചു വരുന്നു. മുഖത്തിൻ്റെ ഭാവവ്യത്യാസം, എന്തൊക്കെയൊരു വെപ്രാളം പോലെ ഈ പെൺകുട്ടി കാണിക്കുന്നു. എന്തോ അവൾക്ക് കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞ് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ടീച്ചറിൻ്റെ അടുക്കൽ പറഞ്ഞു, പിന്നെ ടീച്ചറെ ക്ഷമിക്കണം, വീട്ടിൽ സാമ്പത്തിക വിഷമേറെയുണ്ട്, അപ്പന് രോഗമാണ്, പഠിക്കാൻ എനിക്ക് പണം വേണം, അതുകൊണ്ട് രാവിലെ ഉടുത്തൊരുങ്ങി എൻ്റെ മാനം വിറ്റ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന്. പഠിക്കാൻ വേണ്ടി, അപ്പനെ ചികിത്സിക്കാൻ വേണ്ടി, പണമുണ്ടാക്കാൻ, എന്തും ചെയ്യാൻ നമ്മുടെ കേരളക്കരയിലെ ചില പെൺകുട്ടികൾ തയ്യാറാകുന്നു എന്നുള്ളത് എത്ര ദുഃഖകരമാണ്.
ഇതിനിങ്ങനെങ്കിലും ഒരു കാരണം പറയാനുണ്ടെങ്കിൽ, ബാംഗ്ലൂരിൽ ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോഡ്ജിൽ നിന്ന് അനാശാസ്യ പ്രവർത്തനത്തിന് മധ്യ തിരുവിതാംകൂറിലെ സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ ഏക മകളെ അറസ്റ്റ് ചെയ്തു. പഠിക്കാൻ പോയവൾ അവൾക്ക് പറയാനുള്ള ഇങ്ങനെയായിരിക്കാം: ബാംഗ്ലൂർ നഗരത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ എൻ്റെ അപ്പൻ്റെ പണമൊന്നും വേണ്ട, എനിക്ക് വഴിവിട്ട ജീവിതം നയിക്കണമെന്ന്. പണം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുമ്പോൾ ഒരു മനുഷ്യൻ നാശത്തിലേക്ക് പോവുക. ആർഭാട ജീവിതത്തിന് പണമുണ്ടാക്കാൻ ബാങ്കുകൊള്ള എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതല്ലേ ഈ അടുത്ത കാലത്ത് തന്നെ. കേരളത്തിലെ 5 നസ്രാണി പിള്ളേരാണ് ബാങ്കുകൊള്ള ചെയ്തത്. ഇതിൽ കെവിൻ അവൻ്റെ അപ്പൻ്റെ കാറെടുത്ത് മോഷണം നടത്തിയത്. പണമില്ലാഞ്ഞിട്ടല്ല, ആർഭാട ജീവിതം നയിക്കാൻ പണമുണ്ടാക്കുകയാണ്. ലോത്ത് കൂടാരം നീക്കി അടിക്കുകയാണ്. ഒടുവിൽ നിത്യനാശത്തിൻ്റെ പട്ടണത്തിലേക്ക് എത്തുകയാണ്. എന്താണ് സോദോമിന് സംഭവിക്കുന്നത്? ലോത്ത് കൂടാരം നീക്കി അടിച്ച് ലോത്ത് സോദോമിൽ ചെല്ലുകയാണ്. അവിടെയാണ് ദൈവം തീയും ഗന്ധവും ഇറക്കുന്നത്. ജീവനുണ്ടാകാൻ പോയതാ, നേട്ടമുണ്ടാക്കാൻ പോയതാ, ഫെർട്ടിലിറ്റി ഉണ്ടാക്കാൻ പോയതാ. ദൈവമില്ലാതെ, മൂല്യമില്ലാതെ ഈ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അത് നശിച്ചു പോവുകയാണ്. വേദപുസ്തകം പറയുന്നുണ്ട്, ഈ സോദം എന്ന സ്ഥലമാണ് ഡെഡ് സീ എന്ന് പറയുന്നത്, ചാവുകടലായിട്ട് മാറുന്നത്. ജീവൻ പോലും ഇല്ല അവിടെ. ജീവൻ ഉണ്ടാക്കാൻ പോയതാ, നേട്ടം ഉണ്ടാക്കാൻ പോയതാ, എല്ലാം ദീർഘകാലം കഴിയുന്നതിന് മുമ്പ് നഷ്ടമായില്ലേ. ഇബ്രാഹിം 13-5 പറയുന്നുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെ ഇരിപ്പിരുന്ന്. ഉള്ളതിൽ തൃപ്തിയാണ് നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാമിന് സംഭവിക്കുന്നതോ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ദൈവം അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നടക്കുക, അതെല്ലാം നിനക്ക് സ്വന്തമാകും. നീ ദേശത്തിന് നേടുകയും കുറുകയും സഞ്ചരിക്കുക, അവിടെയെല്ലാം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവം ഇങ്ങനെ വെറുതെ പറഞ്ഞത് മാത്രമല്ല, എന്താ സംഭവിക്കുന്നത്? കാലാന്തരത്തിൽ മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനെ കനാനിലേക്ക് നയിക്കുമ്പോൾ കാദേശ് മലമുകളിൽ വെച്ച് മോശ 12 പ്രഭുക്കന്മാരോട് പറയുന്നു, ഒരു ഗോത്രത്തിൽ ഒരാൾ വെച്ച് അവരോട് പറയുന്നു, നിങ്ങൾ കനാൻ ചെന്ന് നോക്കുക. അങ്ങനെ 12 പ്രഭുക്കന്മാർ കനാനിൽ ചെന്ന് നോക്കി. കനാനിൽ അവർ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പാഴും ശൂന്യവുമായ സ്ഥലമെന്ന് പാലും തേനും ഒഴുകുന്ന സ്ഥലമായി മാറി. മുന്തിരിക്കുലകളും മാതള പഴങ്ങളുമെല്ലാം പറിച്ചുകൊണ്ട് അവർ വരികയാണ്. ഒരു മുന്തിരിക്കുല 2 മല്ലന്മാർ വഹിച്ചുകൊണ്ടാണ് വന്നത് എന്ന്. ദൈവത്തിൽ അടിയുറച്ച് ജീവിച്ചപ്പോൾ, ഉള്ളതിൽ തൃപ്തിയായപ്പോൾ അവിടെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹോളി ലാൻഡ് സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, മരുഭൂമിയുടെ നടുക്ക് ഫെർട്ടൈൽ ലാൻഡ്, അതാണ് കനാൻ. വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം അബ്രഹാമിനെ അവിടെ അനുഗ്രഹിക്കുന്നു. ലോത്തിൻ്റെ പ്രതിസന്ധിയുടെ 2ാം കാരണം എന്താണ്? ഉള്ളതിലൊന്നും തൃപ്തിയില്ലാതെ കൂടാരം നീക്കി അടിക്കുന്നു സോദോമിലേക്ക്. അതവൻ്റെ പ്രതിസന്ധിയെ ശക്തമാക്കുന്നു. ഉള്ളതിൽ അബ്രഹാം തൃപ്തനാകുന്നു, ദൈവം അവിടെ അനുഗ്രഹിക്കുന്നു. പാട്ടുകാരൻ പാടുന്നില്ലേ, എൻ്റെ സമ്പത്തെന്ന് ചെല്ലുക, എൻ്റെ ദൈവമേ വേറെ ഒന്നുമില്ല, നീ മാത്രമാണ് എന്ന്. നമ്മുടെ സമ്പത്ത് ദൈവമാകട്ടെ, നമ്മുടെ സമ്പത്ത് മൂല്യമാകട്ടെ, നമ്മുടെ സമ്പത്ത് സത്യസന്ധതയാകട്ടെ. 3. ലോത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണം. ഉൽപ്പത്തി പുസ്തകം 19-ാം 6, 7, 8 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുത്. പുരുഷൻ തൊടാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുക. ഇതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ലോത്ത് കൂടാരം നീക്കി അടിച്ച് സോദോമിൽ ചെന്നിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു. ഒരു ദിവസം ലോത്ത് സോദോമിൻ്റെ നഗരവാതിക്കൽ ഇരിക്കുമ്പോൾ 2 പുരുഷന്മാരായ ദൈവദൂതന്മാർ ലോത്തിൻ്റെ അടുക്കൽ വരുന്നു. അവരെ യഥോചിതം സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. തൻ്റെ ഭവനത്തിൽ ആ ദൈവദൂതന്മാരായിരിക്കുമ്പോൾ സോദോമിലെ പുരുഷന്മാർ മുഴുവനും ലോത്തിൻ്റെ ഭവനം വളയുന്നു. അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് അവർ ലോത്തിനോട് ആവശ്യപ്പെടുന്നു. ഞാൻ മുൻപ് പറഞ്ഞു, സോദോമി പാപമെന്ന് പറയുന്നത് ഹോമോസെക്സാണ്, പുരുഷനോടൊപ്പം ജീവിക്കുന്ന വൈകൃത നിറഞ്ഞ അവസ്ഥ. അതിലേക്കാണ് സോദോമിലെ പുരുഷന്മാർ ദൈവദൂതന്മാരായ പുരുഷന്മാരെ ആവശ്യപ്പെടുന്നത്. ലോത്ത് ഈ സമയത്ത് പുറത്തു വന്ന് കഥ അടയ്ക്കുകയാണ്. നമുക്ക് ഒരു ആദരവും ബഹുമാനവും ഈ സമയത്ത് ലോത്തിനോട് തോന്നും. വഷളന്മാരുടെ മുൻപിൽ ഈ ദൈവദൂതന്മാരായ പുരുഷന്മാരെ വിട്ടുകൊടുക്കാതെ ശക്തമായ ഒരു നിലപാട് ലോത്ത് എടുക്കുകയാണ്. എന്തു വന്നാലും ഈ ദൈവദൂതന്മാരായ പുരുഷന്മാരെ വിട്ടുകൊടുക്കുകയില്ലെന്നുള്ള രീതിയിൽ പുറത്തു വന്ന് തൻ്റെ ഭവനത്തിൻ്റെ വാതിൽ അടയ്ക്കുകയാണ്. പക്ഷേ അധികം താമസിക്കുന്നില്ല, ലോത്ത് ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നു. ലോത്ത് അവരുടെ അടുക്കൽ പറയുകയാണ്,
ഞാൻ ഇവരെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല, പക്ഷേ എനിക്ക് 2 പെൺമക്കളുണ്ട്, കന്യകമാരായ 2 പെൺമക്കൾ. ഞാൻ വിട്ടുതരാം, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുക. നമുക്ക് ശരിക്കും ലോത്തിനോട് ഇവിടെ സഹതാപം തോന്നുകയാണ്. സ്വന്തം നിലനിൽപ്പിനും സ്വന്തം സുരക്ഷിതത്വത്തിനും വേണ്ടി ഒരു മടിയില്ലാതെ ഇയാൾ പൊന്നുപോലെ വളർത്തിയ പെൺമക്കളെ വഷളന്മാരുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുക. ഒരു മനുഷ്യൻ്റെ ദുരന്തം പൂർണ്ണമാകുന്നത് ഇവിടല്ലേ? എന്തിനായിരിക്കണം ലോത്ത് ഈ കോംപ്രമൈസിന് തയ്യാറായത്? ആദ്യമൊക്കെ ശക്തമായ നിലപാടെടുത്ത ലോത്ത് പെട്ടെന്ന് ഒരു കോംപ്രമൈസിന്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നത് എന്തിനു വേണ്ടിയാണ്? ലോത്ത് കൂടാരം നീക്കി അടിച്ച് സോദോമിൽ ചെന്നു. അവിടെയുള്ളത് മുഴുവനും ഈ രതിവൈകൃതത്തിൽ നിറഞ്ഞ ആളുകളാണ്. അവർ ഈ ദൈവദൂതന്മാരായ പുരുഷന്മാരെ ആവശ്യപ്പെടുമ്പോൾ അവരെ കൊടുക്കുവാൻ ഏതായാലും എനിക്ക് പറ്റുകയില്ല. പക്ഷെ അവരെ പൂർണ്ണമായിട്ട് നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ അത് തൻ്റെ ജീവിതത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഒരു പക്ഷേ ഈ സോദോം എന്ന സ്ഥലം വിട്ടേച്ച് പോകണം. ഇത്രയും കഷ്ടപ്പെട്ട് താൻ കൂടാരം നീക്കി അടിച്ച് ഇവിടെ ഭവനം ചമച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് അങ്ങനെ പെട്ടെന്ന് ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഇവരെ പിണക്കിക്കഴിഞ്ഞാൽ അതെൻ്റെ ജീവന് ഭീഷണിയാണ്, നിലനിൽപ്പിന് പ്രശ്നമാണ്, തൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കും, തൻ്റെ നേട്ടങ്ങൾക്ക് തടസ്സമാകും. അതുകൊണ്ട് ഇവർക്ക് ഏതായാലും ദൈവദൂതന്മാരെ പുരുഷന്മാരെ കൊടുക്കാൻ പറ്റത്തില്ലൊരു കോംപ്രമൈസ് എങ്കിലും ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇയാൾ വലിച്ചെറിഞ്ഞു കൊടുത്തതോ തൻ്റെ സ്വന്തം പെൺമക്കളെ. ഒരു മനുഷ്യൻ്റെ ദുരന്തം ഇവിടെ പൂർണ്ണമാകുകയാണ്. തിന്മയുടെ മുൻപിൽ, വഷളത്വത്തിൻ്റെ മുൻപിൽ ശക്തനായി ധീരനായി നിൽക്കാൻ ത്രാണിയില്ലാതെ കോംപ്രമൈസിന് തയ്യാറാകുന്നു. നമുക്കൊക്കെ ഓരോ നിയോഗമുണ്ട്. അതേതായിക്കൊള്ളട്ടെ, പിതാവായി, മാതാവായി, തൊഴിൽ രംഗങ്ങളിൽ, പ്രവർത്തന പന്ഥാവിൽ, വൈവിധ്യം നിറഞ്ഞ മേഖലകളിലൊക്കെ ഒരു ചുമതലയുണ്ട്. ഈ ചുമതലകളിലെല്ലാം നമ്മുടെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും നേട്ടത്തിനും വേണ്ടി എങ്ങനെയും പോകാനുള്ളവരല്ല നാം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ വിശ്വസ്തയോടെ, വിശുദ്ധിയോട് ചെയ്യേണ്ടവരാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മെ ഫേസ് ചെയ്യുന്നത്. നമ്മുടെ തലമുറ നശിക്കും. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി, സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ, അതിനുവേണ്ടി ഏത് രീതിയിലും തരം താഴുമ്പോൾ, ഒരാൾ അയാളുടെ മക്കളെ ദുരന്തത്തിന് ഏൽപ്പിക്കുകയല്ലേ? പറവൂർ പീഡനം നമ്മെ ഭയപ്പെടുത്തുന്നത് ഒരപ്പൻ മകളെ 200 പേർക്ക് കാഴ്ചവെച്ചതുപോലുമല്ല. അതിനേക്കാൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഈ പെൺകുട്ടി വനിതാ കമ്മീഷൻ്റെ അംഗത്തിൻ്റെ അടുക്കൽ പറഞ്ഞതാണ്. അവൾ പീഡിപ്പിക്കപ്പെടുന്ന മുറിയിൽ അവളുടെ അപ്പനുണ്ടായിരുന്നു. ക്ഷീണിച്ച് തളർന്ന അവൾ അപ്പൻ്റെ അടുക്കൽ ചെന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള രീതിയിൽ ആ മനുഷ്യനെ അവൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അയാൾ ഉറക്കം നടിച്ച് കിടന്നുവെന്ന്. എന്തൊരു ദുരന്തമായത്! ഒറ്റപ്പെട്ട സംഭവമായി നാം ഇതൊക്കെ എഴുതിത്തള്ളുമായിരിക്കാം. ഇങ്ങനെയൊന്നുമില്ലെങ്കിൽ പോലും നമ്മളൊക്കെ ഓർക്കണം, ദൈവം ഏൽപ്പിച്ചൊരു നിയോഗങ്ങൾ എന്തായിക്കൊള്ളട്ടെ, അവിടെ അവിശ്വസ്തതയോ അവിശുദ്ധിയോ ഒക്കെ നാം കാണിച്ചാൽ അറിയാതെ നമ്മുടെ മക്കൾ ഇടറിപ്പോകും. നാം വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മാത്രമാണ്, തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെയൊരു ബോധ്യമുണ്ട്? എന്നെ വളരെ സ്വാധീനിച്ച ഒരു മനുഷ്യനാണ് ഓർത്തഡോക്സ് സഭാംഗം കൂടിയായ DYSP വർഗീസ് പി തോമസ്. CBI ഉദ്യോഗസ്ഥനാണ്. കേരളത്തിലേറെ വിവാദമുണ്ടാക്കിയൊരു കേസുണ്ടായിരുന്നു. ലോക്കൽ പോലീസും ക്രൈം ബ്രാഞ്ചും എഴുതിത്തള്ളിയ ആത്മഹത്യയാണ് എന്ന്. ജനകീയ പ്രക്ഷോഭം ശക്തമായപ്പോൾ CBI കേസ് അന്വേഷിച്ചു. അതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു വർഗീസ് പി തോമസ്. അന്വേഷണം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന്. ആ റിപ്പോർട്ട് കൊടുക്കാൻ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ സീനിയർ ഓഫീസറിൽ നിന്ന് ഒത്തിരി സമ്മർദ്ദങ്ങളുണ്ടായി. പലരും പ്രലോഭനങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും ഇതിന് ഭീഷണികൾ കൊണ്ടുപോലും അതൊന്ന് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ സത്യസന്ധനായ ഈ ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അതേ രീതിയിൽ സർക്കാരിന് സമർപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഏറെയേറെ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. എന്തൊക്കെയായാലും അതിൽ നിന്ന് ഒരു പടി പിന്നോട്ട് പോകയില്ല എന്നുള്ള തീരുമാനമുള്ളൊരു മനുഷ്യൻ ഒടുവിൽ നീക്കക്കള്ളി ഇല്ലാതായപ്പോൾ രാജിവെക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ സർക്കാർ ഓഫീസിൻ്റെ പടി ഇറങ്ങുമ്പോഴും എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ കയ്യിൽ
ഒരു ചില്ലിക്കാശ് പോലും കൈക്കൂലിയായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല എന്ന്. ദൈവത്തിൻ്റെ മക്കൾ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. എന്നെ ഭൗതിക സാഹചര്യം ഓർമ്മിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഒരു മനുഷ്യൻ അവനെ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം മറന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കി, അവിശുദ്ധിയോടെ അവിശ്വസ്തയോടെ ജീവിതം എങ്ങനെയും നയിച്ചാൽ ജീവിതം തകർന്നു പോകത്തില്ലേ? തലമുറ നശിച്ചു പോവുകയില്ലേ? നമുക്ക് എത്ര പേർക്ക് നമ്മുടെ തലമുറയെപ്പറ്റി അങ്ങനൊരു ബോധ്യമുണ്ട്? വിവാഹേതര വിവാഹപൂർവ്വ ബന്ധങ്ങൾ പെരുകുന്ന ഒരു കാലം. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലാതിരിക്കുന്ന കാലം. ദൈവം പവിത്രമായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കുടുംബ ബന്ധത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തയും നിലനിർത്താൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? എവിടെങ്കിലും ആ വിശുദ്ധി വിട്ടുകളഞ്ഞാൽ തലമുറയല്ലേ നശിക്കുന്നത്. ആരും കാണുന്നില്ലെങ്കിൽ പോലും ഒറ്റ കാരണം പോരെ നമ്മുടെ തലമുറകൾ നശിക്കാൻ. കേരളത്തിലെ ഒരു പ്രശസ്തനായൊരു പ്രൊഫസർ ഇതിൻ്റെ 8 വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തു. കുടുംബജീവിതത്തിൻ്റെ വഴിവിട്ട ബന്ധങ്ങളായിരുന്നതിന് കാരണം. 30 പേജുള്ള ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി, അക്കമിട്ട കാര്യങ്ങൾ നിരത്തി എഴുതി, ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അവസാനം റെഡ് ഇങ്ക് കൊണ്ട് വലിയ അക്ഷരത്തിൽ അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓൾ മൈ ഫേസസ് ഓഫ് ലൈഫ് ഈസ് വെരി സക്സസ്ഫുൾ എക്സെപ്റ്റ് മൈ ഫാമിലി ലൈഫ്, ബട്ട് ഫെയിലിയർ ഇൻ മൈ ഫാമിലി ലൈഫ് ഡിസ്ട്രോയിഡ് ഓൾ മൈ വിക്ടറീസ്. എൻ്റെ ജീവിതത്തിൽ എല്ലായിടവും വിജയമായിരുന്നു, എൻ്റെ കുടുംബജീവിതത്തിലൊഴികെ എൻ്റെ കുടുംബജീവിതത്തിലെ പരാജയം എല്ലാ വിജയങ്ങളെയും ഇല്ലാതാക്കുന്നുവെന്ന്. തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു മനുഷ്യനാണ്. അധ്യാപകർക്ക്, സഹപ്രവർത്തകർക്ക് പ്രിയങ്കരനായൊരു മനുഷ്യൻ, കുട്ടികളുടെ ഉത്തമമായ അധ്യാപകൻ, പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണൻ. വഴിവിട്ട ജീവിതം കൊണ്ട് എല്ലാം തകർന്നുപോയി എന്ന് പറയുകയാണ്. എവിടെ വിജയിച്ചാലെന്താ? വിശുദ്ധിയും വിശ്വസ്തതയും ഉള്ളൊരു കുടുംബജീവിതം നയിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ്? നമുക്ക് എത്ര പേർക്ക് നമ്മുടെ കുടുംബജീവിതത്തെ പവിത്രമായി വിശുദ്ധമായി നയിക്കാൻ കഴിയുന്നുണ്ട്? ഓർക്കണം, എവിടെങ്കിലും തലമുറ നശിക്കുന്നെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ കുടുംബ ബന്ധത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും കളഞ്ഞു കുളിക്കുന്നത് കൊണ്ടാണോ എന്ന് ഒന്ന് പുനർവിചിന്തനം ചെയ്യാൻ ഇടയാകണം. 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ലോത്തിൻ്റെ പെൺമക്കൾ പറയുകയാണ്, ഇവിടെ പുരുഷന്മാരില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ അപ്പന് മദ്യം കൊടുക്കാം. അപ്പന് മദ്യം കൊടുത്തിട്ട് അപ്പനോടൊപ്പം ലോത്തിൻ്റെ പെൺമക്കൾ ശയിക്കുകയാണ്. എന്തൊരു ഭീകരമായത്! ആ മക്കൾ ഇങ്ങനെ തന്നെ പറഞ്ഞു കാണും, അപ്പൻ അതൊക്കെയല്ലേ ഞങ്ങളോട് ചെയ്തു കൂട്ടിയത്, ഒരു ബോധ്യവുമില്ലാതെ വഷളന്മാർക്ക് ഞങ്ങളെ എറിഞ്ഞു കൊടുത്ത അപ്പൻ, ആ അപ്പനോട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ലോത്തിന് 2 മക്കൾ ജനിക്കുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഒരാളുടെ പേര് മോവാബ്, മറ്റേയാളുടെ പേര് ബെൻ അമീം. മോവാബ് മോവാബ്യരുടെ പിതാവ്, ബെൻ അമീം അമൂന്യരുടെ പിതാവ്. ഇത് രണ്ടും പുറജാതി കുലങ്ങളാണ്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മോവാബ്യരുടെയോ അമൂന്യരുടെയോ 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ നിൽക്കരുത് എന്ന്. ലോത്തിന് മക്കൾ ജനിക്കുന്നു. സ്വന്തം പെൺമക്കളിൽ ശപിക്കപ്പെട്ട മക്കളായിത്തീരുന്നവർ, അവർ പരിഹാസ്യരായിത്തീരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നം എന്താണ്? സാമ്പത്തിക ക്ലേശമോ രോഗങ്ങളോ വല്ലോ ആണോ? ഒന്നുമല്ല, മക്കളെ കൊണ്ടുള്ള പ്രശ്നമാണ്. ഇവിടെ ആ മക്കൾ വഴിതെറ്റുന്നത് ചിലപ്പോഴെങ്കിലും നമ്മുടെ മൂല്യബോധമില്ലാത്ത, ദൈവബോധമില്ലാത്ത ജീവിതമല്ലേ? വിശുദ്ധിയും വിശ്വസ്തതയും കളഞ്ഞു കുളിക്കുന്നത് കൊണ്ടല്ലേ എന്ന് നാം ചിന്തിക്കണം. ലോത്തിന് മക്കൾ ജനിച്ചത് എങ്ങനെയാണെന്ന് അവന് പോലും അറിയത്തില്ല. മദ്യലഹരിയിൽ ബോധരഹിതനായി സ്വന്തം പെൺമക്കളിൽ മക്കൾ ജനിച്ചപ്പോൾ അവർ ശപിക്കപ്പെട്ടവരായിട്ട് മാറുകയാണ്. അബ്രഹാം പിതാവിനോ വാർദ്ധക്യകാലത്ത് മക്കളില്ല. ദൈവം പറഞ്ഞതനുസരിച്ച് ദാസിയോടൊപ്പം ജീവിക്കുന്നു. അതിൽ ജനിച്ച ഇസ്മയിൽ നഷ്ടമാകുന്നു. ഈ മനുഷ്യനൊരു കുഞ്ഞിനെ കാണാൻ വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയതിന് കണക്കൊന്നുമില്ല. കാത്തിരുന്നു, കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. തമ്പുരാൻ വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിനെ നൽകി. എന്നിട്ടും കണ്ണുനീര് തീരുന്നു. 12-ാം വയസ്സിൽ ദൈവം തന്നെ പറയുന്നത് അവനെ ഹോമയാഗം കഴിക്കണമെന്ന്. അബ്രഹാമിനോട് പറയുക, ഞാൻ കാണിപ്പാഞ്ചിക്കുന്ന ദേശത്ത് പോയി അവനെ ഹോമയാഗം കഴിക്കുക. അബ്രഹാം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ മകനെ ഹോമയാഗം കഴിക്കുക. അതിനും അബ്രഹാം ഒരെതിരും പറഞ്ഞില്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ തൻ്റെ മകനെ യാഗം കഴിക്കാൻ ദൈവം നിശ്ചയിച്ചുവെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാൻ താനാരാ?
അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് പോവുക ഹോമയാഗം കഴിക്കാൻ. ലേവ്യ ഹോമയാഗത്തിൻ്റെ ക്രമം എന്താണെന്ന് നിങ്ങൾക്കറിവുള്ളതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുവൻ ഒരു യാഗവസ്തുവിനെ യാഗം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ യാഗപീഠം പണിയണം. അതിനുശേഷം യാഗവസ്തുവിനെ യാഗപീഠത്തിൽ കിടത്തണം, അതിൻ്റെ കഴുത്തറക്കണം, അതിൻ്റെ രക്തം യാഗപീഠത്തിന് ചുറ്റും ഒഴിക്കണം, ശരീരത്തിൻ്റെ കുടലും മറ്റു ഭാഗങ്ങളും അശുദ്ധമായ ഭാഗങ്ങളും പറിച്ചു കളയണം, ശരീരം തുണ്ടം തുണ്ടമായിട്ട് മുറിക്കണം, അതിനുശേഷം ദഹിപ്പിക്കണം. ഇതാണ് യഹോവയ്ക്ക് ഇഷ്ടമുള്ള സൗരഭ്യ വാസനയുള്ള ഹോമയാഗം. തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലൊരു കുഞ്ഞു മുറിവ് പോലും ഉണ്ടാകാതെ കാത്തിരുന്ന മനുഷ്യനാണ്, കാത്തു സൂക്ഷിച്ച മനുഷ്യനാണ്. തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് കരുതി വളർത്തിക്കൊണ്ടുവന്ന ഒരു മകൻ. അവൻ്റെ കഴുത്തെങ്ങനെ അബ്രഹാം മറക്കുന്നത്? ശരീരം തുണ്ടം തുണ്ടമായിട്ട് എങ്ങനെ മുറിക്കുന്നത്? ഈ രക്ത യാഗപീഠത്തിന് ചുറ്റും ഈ ശിരസം പിടിച്ചുകൊണ്ട് എങ്ങനെ അബ്രഹാമിന് ഒഴിക്കാൻ കഴിയും? ഒന്നും ചിന്തിച്ചില്ല. തമ്പുരാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാനായിട്ട് അബ്രഹാം യാത്രയാകുകയാണ്. ഒടുവിൽ അവിടെ ഇസഹാക്കിനെ ദൈവം യാഗമാക്കുവാൻ സമ്മതിക്കുന്നില്ല, ഒരു കുഞ്ഞാടിനെ യാഗമാക്കുകയാണ്. തന്നൊരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി അബ്രഹാം കരഞ്ഞതിന് കയ്യും കണക്കുമില്ല. അവൻ്റെ ബാല്യ ശൈശവ കൗമാര കാലങ്ങളിൽ അവന് വേണ്ടി കണ്ണുനീരൊഴുക്കിയതിന് എത്ര കണക്ക് പറഞ്ഞാലും തീരില്ല, അതുപോലെ കണ്ണുനീരൊഴുക്കി. പക്ഷെ പിന്നീട് ഒരിക്കലും കരയേണ്ടതായിട്ട് വന്നില്ല. ലോത്തിനോ പെൺമക്കളിൽ മക്കൾ ജനിക്കുകയാണ്, എങ്ങനെയൊക്കെയോ ജനിച്ചു. മദ്യലഹരിയിൽ ബോധരഹിതനായിട്ട് ആ മക്കൾ ജനിച്ചത്, എങ്ങനെയൊക്കെയോ വളർത്തി. പക്ഷേ പിന്നീട് നാം കാണുന്നത് എന്താണ്? തോരാത്ത കണ്ണുനീരും തീരാത്ത കുറ്റബോധവുമായി ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതായ ഗതികേടുണ്ടാകുകയാണ്. അബ്രഹാമിന് പിന്നീട് ഒരിക്കലും കരയേണ്ടി വന്നിട്ടില്ല. വേദപുസ്തകത്തിൽ സക്രിയാവിന് യോഹന്നാൻ ജനിക്കുന്നവൻ വളർന്നു വന്നപ്പോൾ സക്രിയാവിൻ്റെ നാവിൻ്റെ കെട്ടഴിയുകയാണ്. നമുക്കൊക്കെ എന്താ, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അറിയാതെ കെട്ടുവീഴുകയാണ്. മക്കളെപ്പറ്റി ചോദിച്ചാൽ അത് മാത്രം ചോദിക്കരുത് എന്ന് പറയും. എവിടേക്കോ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് കൊണ്ടാണ് എന്ന് നാം ചിന്തിക്കണം. നാം ഓർക്കണം, നമ്മെ തമ്പുരാൻ ഓരോ സ്ഥാനത്താക്കുന്നുണ്ട്. അവിടെ വിശുദ്ധിയും വിശ്വസ്തതയും കളഞ്ഞു കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ തകർന്നു പോകും. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ആനുകാലിക മാസികളിലെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങൾ മക്കളെ പറ്റിയാണ്. അതിൻ്റെ തലക്കെട്ടുകൾ ഇങ്ങനെയാണ്: വാടുരുതി മലരുകൾ, നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ, കുട്ടിക്കുടിയന്മാർ, കുട്ടിക്കുറ്റവാളികൾ, കുട്ടിത്തീവ്രവാദികൾ. എല്ലാം കുഞ്ഞുങ്ങളെ പറ്റിയാണ്. ഇതിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളറിയാതെ എന്ന ലേഖനത്തിൽ ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു കോളേജ് അധ്യാപികയുടെ ഏക മകൻ ഒരു CBSE സ്കൂളിൽ പഠിക്കുന്നു. അവിടുത്തെ പ്രധാന അധ്യാപിക ഫോണിൽ വിളിച്ചു, ടീച്ചർ ഉടനെ സ്കൂളിൽ വരണം. സ്കൂളിൽ ചെന്നപ്പോൾ പ്രധാന അധ്യാപിക പറഞ്ഞത് അവൻ്റെ കയ്യിൽ നിന്നൊരു മൊബൈൽ പിടിച്ചെടുത്തു. ടീച്ചർ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല, അവന് മൊബൈലില്ല. പ്രധാന അധ്യാപിക പറഞ്ഞു, മൊബൈൽ പിടിച്ചെടുത്തെന്ന് മാത്രമല്ല അതിലൊരു അശ്ലീല ക്ലിപ്പിങ്ങും. ഒരു തരത്തിലും ഈ കോളേജ് അധ്യാപിക സമ്മതിക്കുന്നില്ല. ഒടുവിൽ പ്രധാന അധ്യാപിക ഈ ടീച്ചറിൻ്റെ കയ്യിൽ ഈ ഫോൺ കൊടുത്തു. ഫോൺ കണ്ടതും അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലചുറ്റി താഴെ വീഴുകയാണ്. ഉടനെ തന്നെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ഈ ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെ അറിയിച്ചു. അവർ ഓടിയെത്തി മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. അതിലുള്ള നഗ്നചിത്രം സ്വന്തം അമ്മയുടേത്. അമ്മ ഡ്രസ്സ് മാറുന്ന സമയത്ത് എവിടെയോ പാത്തിരുന്ന ഈ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഈ കുഞ്ഞ് മൊബൈൽ പകർത്തിയതാണ്. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കരയേണ്ട ഒരു കാലമാണ്. നമ്മളൊക്കെ എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയാലെല്ലാം പോയില്ലേ? ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി കഴിഞ്ഞാൽ എല്ലാം നേടുകയില്ലേ? ശരിക്കും കണ്ണുനീരോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമായത് മക്കൾക്ക് വേണ്ടി. നമ്മുടെ സാമ്പത്തിക ക്ലേശം ഒരു കാലം കഴിയുമ്പോൾ മാറിക്കിട്ടും. നമ്മുടെ ശരീരത്തിൻ്റെയൊക്കെ രോഗങ്ങൾക്ക് മെഡിക്കൽ സയൻസ് വരെ വളർന്നിട്ടുണ്ട്. പക്ഷെ മക്കളോ, അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് നല്ല സ്വാധീനം കൊടുക്കാനിടയാകണം. കൃഷ്ണവാര്യരുടെ ആത്മകഥാപരമായൊരു അഭിമുഖം ഭാഷാഭൂഷണിക്കകത്തുണ്ട്. അതിനകത്ത് കൃഷ്ണവാര്യരോട് ചോദിക്കുന്നു, സാർ എന്തെങ്കിലും ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം എഴുതുന്നതെന്ന്. കൃഷ്ണവാര്യർ പറയുന്നത് ഇങ്ങനെ: നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പറക്കുന്നത് ആ ഭൂമിയിലെ സുഹൃതമെന്ന്. എന്തേ ഇങ്ങനെ പറയാൻ? എൻ്റെ അപ്പൻ്റെ അസന്മാർഗിക ജീവിതം, അമ്മയ്ക്ക് അതിനോടുള്ള നിസ്സംഗത എൻ്റെ കുഞ്ഞു മനസ്സിൽ ഒത്തിരി ക്ഷതങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാക്കി. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പറക്കുന്നതാണ് എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കി അങ്ങനെ പറയാനിടയാകട്ടെ.
എൻ്റെ അപ്പ എൻ്റെ അമ്മ അതുപോലെ മൂല്യബോധത്തോടെ എന്നെ നയിച്ചതാണ് എന്ന് ഒരു കാര്യം ഉറപ്പാണ്. മാതാപിതാക്കൾ നല്ല മൂല്യങ്ങൾ കാണിച്ചു കൊടുത്താൽ, ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുത്താൽ, എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും സമ്മർദ്ദങ്ങൾ വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടറിപ്പോകത്തില്ല. 8, 10, 15 ലക്ഷവും 50 ലക്ഷവും കൊടുത്ത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടെയൊക്കെ അയക്കുന്നില്ലേ? പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? മാസാമാസം പണത്തിന് ആവശ്യപ്പെടുമ്പോൾ ബാങ്കിലിട്ടിട്ടുണ്ട്, ATM വഴി എന്ന് എടുത്തോ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എത്ര തിരക്കാണെങ്കിലും അവരെ കാണണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണം, ധാർമ്മിക ഉപദേശങ്ങളൊക്കെ നൽകണം, അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം നല്ല ജീവിതം കാട്ടിക്കൊടുക്കാനിടയാകണം. ഇല്ലെങ്കിൽ എന്ത് കൊടുത്താൽ എന്താ, കുറേ കഴിയുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും, സർട്ടിഫിക്കറ്റ് കാണും, പക്ഷെ ജീവിതം കാണില്ല. ശരിക്കും നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണ്. ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കി പറയാനിടയാകാതിരിക്കട്ടെ, എങ്ങനെ ശരിയാകാനാ ഞാൻ, അതുപോലുള്ളൊരു ജീവിത അപ്പ അമ്മ കാണിച്ചു തന്നത് എന്ന്. മറിച്ച് ദൈവമേ, എന്തെല്ലാം പ്രലോഭനം വന്നാലും എൻ്റെ അപ്പ എൻ്റെ അമ്മ എത്ര അനുഗ്രഹീതരായി ജീവിക്കുന്നു, അവരെ ഓർത്തു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ ഇടറിപ്പോകാൻ കഴിയും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകണം. മദ്യം ഉപയോഗിക്കുന്നവർ ഓർക്കണം, വഴിവിട്ട ജീവിതം നയിക്കുന്നവർ ഓർക്കണം. ജീവിതത്തിൽ തമ്പുരാൻ നൽകിയ ജീവിതത്തിൽ അവിശ്വസ്തതയുടെ അവിശുദ്ധിയുടെ മാർഗം സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ. ഉറപ്പാ ഇങ്ങനെയുള്ള നിങ്ങളുടെ മക്കൾ നശിക്കാൻ സാധ്യതകളേറെയുണ്ട്. അതുകൊണ്ട് ഏറെ സുഹൃതത്തോടെ ഏറെ നന്മയോടെ ജീവിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. ഹിറ്റ്ലറുടെ പേര് കേട്ടാൽ പോലും നമുക്ക് ഭയമാണ്. 60 ലക്ഷം യഹൂദന്മാരെ കശാപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ അയാളുടെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, മെയിൻ കാഫ്. കണ്ണ് നനയാതെ നമുക്കത് വായിക്കാൻ പറ്റുകയില്ല. ഇടയ്ക്കിടയ്ക്ക് അയാളോട് ഏറെ സഹതാപവും തോന്നും. അയാൾ പറയുന്നത് ഇങ്ങനെ: നന്നേ പ്രായത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. രണ്ടാനമ്മയുടെ കൊടും ക്രൂരതയുടെ നടുവിലാണ് ഞാൻ വളർന്നു വന്നത്. കുടിച്ചു കൂത്താടി വരുന്ന അപ്പൻ്റെ മുൻപിൽ എൻ്റെ കുറവുകൾ കുറ്റങ്ങൾ രണ്ടാനമ്മ പറഞ്ഞു കേൾപ്പിക്കും. ബോധമില്ലാത്ത ആ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കും. എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് ചാട്ടവാറ് കൊണ്ടടി, രക്തം ഒഴുകുന്നത് വരെ, ബോധരഹിതനാകുന്നത് വരെ അയാളത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ പോലും എൻ്റെ അപ്പൻ എന്നെ പേര് വിളിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ പട്ടിയെ വിളിക്കുന്ന രീതിയിലൊരു ശബ്ദം, നാക്ക് ഉയർത്തി 2 വിരൽ നാക്കിനടിയിൽ ഇട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അന്നു മുതൽ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പായിരുന്നു. എല്ലാവരെയും ഞാൻ അവജ്ഞയോട് കണ്ടു. അധികകാലം കഴിയുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ മരിച്ചു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു ബുൾഡോസർ വാങ്ങും, അയാളുടെ കല്ലറ പിഴുതു കളയണമെന്ന്. ഹിറ്റ്ലറുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാം, ആദ്യം തനിക്ക് കിട്ടിയ പണം കൊണ്ട് അയാൾ ഒരു ബുൾഡോസറാണ് വാങ്ങിയത്. അപ്പൻ്റെ കല്ലറ പിഴുതു കളയുകയായിരുന്നു എന്ന്. മെയിൻ കാഫിൻ്റെ ആ പുസ്തകത്തിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, എനിക്ക് നല്ലൊരു മാതൃക കാണിക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകെയില്ലായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ലോകത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണങ്ങളാണ് നാം കണ്ടുപിടിച്ചത്. ഒന്ന്, ലോകത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണം അബ്രഹാമിൻ്റെ നന്മ വിസ്മരിച്ചു എന്നുള്ളതാണ്. 2, സ്വതം വരെ കൂടാരം നീക്കി അടിച്ചു എന്നുള്ളതാണ്. 3, തൻ്റെ നിയോഗം തിരിച്ചറിയാതെ അവിശ്വസ്തയോടെ അവിശുദ്ധിയോടെ ജീവിച്ചു തലമുറയെ വഷളന്മാർക്ക് മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്തു. ഇവിടെയാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, ലോകത്തെ ഈ പ്രതിസന്ധി നീ തന്നെ വരുത്തി വെച്ചത്, ഇത് നീ തന്നെ പരിഹരിച്ചേ മതിയാകുകയുള്ളൂ. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പർവ്വതത്തിലേക്ക് കയറുക. പർവ്വതം അതിന് 3 പ്രത്യേകതയാണ്. 1, പർവ്വതം അത് വിശുദ്ധിയുടെ പ്രതീകമാണ്. കുറേ കൂടെ വിശുദ്ധമാകണം. ജീവിതത്തിൽ കുറേ കൂടെ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇവിടെയാകണം. നമ്മുടെ നിലപാടുകൾ, ചിന്തകൾ, പ്രവർത്തനങ്ങൾ എല്ലാം വിശുദ്ധമാകട്ടെ. ദൈവമായൊരു സംസർഗം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കരുത്ത് നൽകട്ടെ. പർവ്വതം അതിന് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. ഒരു ഗോഡ് കോൺഷ്യസ് എപ്പോഴും നമ്മെ ഭരിക്കട്ടെ. ഉറപ്പാണ് അത് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ, സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനൊക്കെ സഹായിക്കും. ലോകമോഹങ്ങളിൽ വശമതരായി നമ്മൾ പോകുകയില്ല. ഒരു ദൈവ സാന്നിധ്യ ബോധം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തട്ടെ. പർവ്വതം അത് അല്പം കൂടെ വിശാലമായൊരു തലം രൂപപ്പെടുത്തുന്നതാണ്. പർവ്വതത്തിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം വിശാലമായിട്ട് കാണാം. താഴ്വരയിൽ വെച്ച് മുകളിലോട്ട് നോക്കിയാൽ ഒന്നും കാണില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിശാലതയുടെ തലം രൂപപ്പെടണം. കുറേ കൂടെ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തണം. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഭവനങ്ങൾക്കും അപ്പുറമായ ഒരു പ്രതിബദ്ധതയുടെ മാനം രൂപപ്പെടുത്തണം. ദൈവത്തിൻ്റെ ദൂതൻ ലോകത്തിനോട് പറയുന്നു, ഈ പ്രതിസന്ധി നീ തന്നെ വരുത്തി വെച്ചത്. അബ്രഹാം പിതാവിൻ്റെ നന്മ വിസ്മരിക്കുന്നു, സ്വയം മറന്ന് സ്വതം വരെ കൂടാരം നീക്കി അടിക്കുന്നു. തന്നെ ഏൽപ്പിച്ചിരുന്ന ചുമതലകൾ വിസ്മരിച്ചുകൊണ്ട് അവിശ്വസ്തയോടെ അവിശുദ്ധിയോടെ ജീവിതത്തെ നയിച്ച് തലമുറയെ നശിപ്പിക്കുന്നു. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണം 3ആണ്.
1, ലോത്തിനെ ലോത്താക്കിയവനെ മറന്നു. 2, ലോത്ത് സ്വയം മറന്ന് ജീവിച്ചു. 3, തലമുറയെ മറന്ന് ജീവിച്ചു. അങ്ങനെയെങ്കിൽ നമ്മെ നാം ആക്കിയവരെ നമുക്ക് ഓർക്കാം. സ്വയം നമ്മുടെ ജീവിതത്തെ കുറേ ശിക്ഷണ നടപടികളിലൂടെ നയിക്കാം. തലമുറകളെപ്പറ്റി നമുക്ക് ഓർക്കാം. ഒരു ദൈവ സാന്നിധ്യ ബോധത്തോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ഒരു പ്രതിബദ്ധതയുടെ മാനത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിത ഇങ്ങനെ അവസാനിക്കുന്നു. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഇത് വളരെ മനോഹരമാണ്, സുന്ദരമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതയാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അനേകം മൈലുകൾ താണ്ടണം. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിലൊരു നിയോഗവുമുണ്ട്. ആ നിയോഗം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ, അങ്ങനെ ജീവിതത്തെ ധന്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.